Hi friends, welcome back to my channel. ഇന്ന് ഞാൻ ഇവിടെ കാണിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ വാഗമണിലേക്ക് പോകുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ ബാക്കി ഭാഗങ്ങളാണ് കേട്ടോ. അത് ഞാൻ ഒരു വ്യൂ പോയിന്റ് വരെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങളാണ് ഇതിൽ കാണിക്കുന്നത് കേട്ടോ. വ്യൂ പോയിന്റിൽ നിന്ന് ഞങ്ങൾ നേരെ വന്നത് പൈൻ വാലിക്കാണ് കേട്ടോ. അപ്പൊ അവിടെ നല്ല തിരക്കായിരുന്നു. സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അവിടെ കണ്ടിട്ട് തിരിച്ചു പോകുന്നവരും ഉണ്ട്, പിന്നെ അവിടേക്ക് കാണാൻ പോകുന്നവരും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വണ്ടികളൊക്കെ ബ്ലോക്ക് ആയിട്ട് നിൽക്കുകയാണ്. ഇവിടെയാണ് വണ്ടി പാർക്ക് ചെയ്യുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് എല്ലാവരും ഇറങ്ങി നടക്കുകയാണ് കേട്ടോ. കുറച്ചധികം തന്നെ ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. പറ്റുന്നവരൊക്കെ ഫുള്ള് കാണുക, അല്ലാത്തവർ പകുതിയെങ്കിലും കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടാ. ഇനിയും അങ്ങനെ വേറൊരു ദിവസത്തിന് വെക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് എല്ലാതും ഈ ഒരു വീഡിയോ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത്രയും ലെങ്തി ആയി പോയത്. പൈൻ വാലിക്ക് പോകുമ്പോൾ ഉടനീളം ഇതുപോലത്തെ ഷോപ്പുകളാണ് കേട്ടോ. ടോയ്സും അതുപോലെ ഫാൻസി ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന ഷോപ്പുകൾ ഒരുപാടുണ്ട്. അറ്റം വരെ ഉണ്ട് കേട്ടോ ഇതുപോലത്തെ ഷോപ്പുകൾ. ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് നടന്ന് അങ്ങോട്ട് പോവാണ്. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങോട്ട് ഇറങ്ങാനും ഇങ്ങോട്ട് തിരിച്ചു വരാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടുന്ന് പാസ് എടുത്തിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട്. എത്ര ആളുകളുണ്ടോ അത്ര ആളുകൾക്ക് പാസ് എടുത്തിട്ട് വേണം കേട്ടോ അങ്ങോട്ട് കടക്കാനായിട്ട്. ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഒരാളോട് പാസ് എടുക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. ഈ പൈൻ ഫോറസ്റ്റിലേക്ക് കടന്നു കഴിഞ്ഞാല് അവിടെ ഫോട്ടോസ് ഒക്കെ എടുത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ പൈസ കൊടുത്തിട്ടാണ്. നല്ല ക്ലാരിറ്റിയിൽ തന്നെ ഫോട്ടോസ് ഒക്കെ എടുത്തു കൊടുക്കുന്നുണ്ട്. പിന്നെ ചിലർ മാത്രമേ അങ്ങനെ എടുക്കുന്നുള്ളൂ. ചിലരൊക്കെ അവരവരുടെ സ്വന്തം മൊബൈലിൽ തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ഫോട്ടോസ് വീഡിയോസ് എടുക്കാൻ നല്ലൊരു അടിപൊളി സ്ഥലമാണ് ഈ പൈൻ ഫോറസ്റ്റ്. ഇപ്പൊ ഇങ്ങോട്ട് ഇറങ്ങുമ്പോ തന്നെ ചെറിയ രീതിയിൽ കുത്തനെയുള്ള ഒരു ഇറക്കത്തിലേക്കാണ് നമ്മൾ ഇറങ്ങുന്നത്. പിന്നെ നമ്മൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനായിട്ട് ഇങ്ങനെ കയറി പോകുമ്പോഴായാലും അവിടെ നിരപ്പായിട്ടുള്ള സ്ഥലമല്ല, ഇങ്ങനെ തട്ടായിട്ട് ഇങ്ങനെ കയറി പോകുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഈ മരങ്ങളുടെ ഇടയിലേക്കൊക്കെ കയറുമ്പോ പെട്ടെന്ന് അങ്ങോട്ട് കയറി പോകാനൊന്നും നമുക്ക് പറ്റില്ല. അങ്ങനെ തട്ടായിട്ട് ഇങ്ങനെ കയറി പോണതാണത്.
അവിടെ കുറച്ചു നേരം സ്പെൻഡ് ചെയ്തു, ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുത്ത് അടിപൊളിയായിരുന്നു കേട്ടോ ഫോട്ടോസും വീഡിയോസ് ഒക്കെ. പിന്നെ അവിടുന്ന് തിരിച്ചു കയറിയിട്ടാ. ഞാൻ ഇങ്ങനെ വീഡിയോസ് ഒക്കെ എടുക്കുമ്പോ ചിലർ പറയുന്നുണ്ട് വ്ളോഗറാന്ന് തോന്നുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവിടെ നിന്ന് അങ്ങനെ കേറുമ്പോ ഒന്നും പറയാൻ പറ്റാത്ത സാഹചര്യമാണ്. നമുക്ക് അത്രയും തിരക്കല്ല, തിരക്കിലാണ് കയറി പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്നും പറയാൻ പറ്റില്ല നമുക്ക്. ഇപ്പൊ കണ്ടില്ല, തിരിച്ചു കയറുമ്പോഴുള്ള തിരക്കാണ്ടത്, ഇറങ്ങുമ്പോൾ അതേപോലെ തന്നെ തിരിച്ചു കയറുമ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ. അങ്ങനെ തിരിച്ചു പോകുന്ന വഴിയിലാണ് ഇതുപോലത്തെ ഷോപ്പുകൾ ഉള്ളത്. അപ്പൊ ഞങ്ങളൊരു മസാലയുടെ പാക്കറ്റ് വാങ്ങി. മസാലയുടെ പാക്കറ്റ് ഈ ഒരു പാക്കറ്റിന് 100 രൂപ ഉണ്ടായിരുന്നുള്ളൂ കേട്ടാ. ഈ ഒരു മസാലയുടെ പാക്കറ്റും വാങ്ങി, ഒരു തേയിലയുടെ പാക്കറ്റും വാങ്ങിയിട്ടാ. തേയിലയുടെ പാക്കറ്റിനും 100 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അത് രണ്ടും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളുടെ കൂടെ വന്നവരും ഇതുപോലെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടാ. നല്ല ലാഭത്തിലാണ് കിട്ടിയത്. പിന്നെ ഇവിടെ ചോക്ലേറ്റും ഒക്കെ ഉണ്ട്. ചോക്ലേറ്റ് ഒന്നും വാങ്ങിയില്ല, ഇത് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. വണ്ടിയിലെടുത്ത് എത്തിയിട്ടുണ്ട്. ഇനി വണ്ടിയിൽ കയറിയിട്ട് ഇനിയുള്ള യാത്ര തങ്ങൾപ്പാറയിലേക്കാണ് കേട്ടോ. ഇവിടുന്ന് അങ്ങനെ പോകുന്ന വഴിക്ക് എല്ലാവരും ഡാൻസ് ഒക്കെ ചെയ്ത് എൻജോയ് ചെയ്തിട്ടാണ് പോകുന്നത്. ഇതിപ്പോ തങ്ങൾപ്പാറയിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. റോഡൊന്നും അത്ര കറക്റ്റ് ആയിരുന്നില്ല. പിന്നെ അങ്ങോട്ട് കടക്കുമ്പോ പാസ് ഉണ്ട്, പാസ് എടുത്തിട്ട് വേണം അങ്ങോട്ട് കടക്കാനായിട്ട്. ഇപ്പൊ ഈ തങ്ങൾപ്പാറ എന്നുള്ള പേര് വെറുതെ വന്നതല്ല കേട്ടോ. അവിടെ ഒരു തങ്ങൾ ഉണ്ടായിരുന്നു, ഷെയ്ഖ് ഫരീദുദ്ദീൻ തങ്ങൾ എന്നിട്ടൊരു തങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ആ തങ്ങളുടെ മക്ബറ കൂടി അവിടെ ഉണ്ട്. അപ്പോ ടൂറിസ്റ്റ് പ്ലേസ് മാത്രല്ല, കൂടുതലും സിയാറത്തിനായിട്ടും ആളുകൾ വരുന്നൊരു സ്ഥലം കൂടിയിട്ടാണിട്ടത്. ഈ തങ്ങൾപ്പാറയിലേക്ക് വരുമ്പോ അവിടെ ടൈം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. 8 മണി മുതൽ 4:30 വരെയാണ് അവിടെ ടൈം എഴുതി വെച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ ശേഷം നമുക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റില്ല കേട്ടാ. ഞങ്ങൾ അങ്ങോട്ട് കടന്നിട്ടുണ്ട് കേട്ടാ. ഇപ്പൊ ഈ തങ്ങളുടെ ചരിത്രം എന്ന് പറയാന് കൂടുതലൊന്നും എനിക്കറിയില്ല. അവിടെ പറഞ്ഞു കേട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്നിട്ടുള്ള ഒരു സൂഫി വര്യനായിരുന്നു ഈ ഷെയ്ഖ് ഫരീദുദ്ദീൻ എന്ന് പറഞ്ഞിട്ടുള്ള തങ്ങള്. ഷെയ്ഖ് ഫരീദുദ്ദീൻ തങ്ങള് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവിടെ വന്നു എന്നാണ് ചരിത്രം. ഇപ്പൊ ഈ ഒരു ഡീറ്റെയിൽസും കൂടി കണ്ടാൽ മതി ട്ടാ. ഞങ്ങൾ ചെല്ലുന്ന ദിവസം അവിടെ ഫുഡൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറെ പേര് അവിടുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങളിൽ നിന്ന് ചെന്നവര് ചിലവരൊക്കെ അവിടെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. നെയ്ച്ചോറും ഇറച്ചിയാണ് ഉണ്ടായിരുന്നത്. എല്ലാ വർഷവും ഏപ്രിൽ മാസത്തിൽ അവിടെ ആണ്ട് നേർച്ച നടത്തുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനിപ്പോ 2ാമത്തെ തവണയാണ് പോകുന്നത്. അപ്പൊ ആദ്യത്തെ തവണ ഒരു 8 വർഷം മുമ്പാണ്, കല്യാണം കഴിഞ്ഞ പുതുക്കത്തിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇത്രയും സൗകര്യങ്ങൾ അന്ന് ഉണ്ടായിരുന്നില്ല കേട്ടോ. നമുക്ക് അവിടെ ടോയ്ലറ്റ് സൗകര്യങ്ങളും നിസ്കരിക്കാനൊക്കെ അവിടെ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടോയ്ലറ്റിൽ പോകുമ്പോഴൊക്കെ ചെറിയൊരു എമൗണ്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഗൂഗിൾ പേ ചെയ്യാന്ന് വിചാരിച്ചിട്ട് പോകരുത് ആരും. നെറ്റ് കിട്ടാൻ കുറച്ച് പണിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളെ കയ്യിൽ കാശ് കരുതിയിട്ട് വേണം പോകാനായിട്ട്.
അപ്പൊ കാണുമ്പോ നല്ല ഭംഗിയുണ്ട്. നമ്മൾ അവിടെ ചെല്ലുന്ന സമയം എന്ന് പറയാൻ 1 മണി കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു സമയത്താണ്. എന്നാൽ പോലും നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലോ നല്ല വെയിലും ഉണ്ട് കേട്ടോ. നല്ല തണുപ്പും ഉണ്ട്, നല്ല വെയിലും ഉണ്ട്. പക്ഷെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഇത് മലയുടെ മുകളിൽ നിന്ന് കാണുമ്പോഴുള്ള ഒരു താഴ്വാരാണ് കേട്ടോ. നമ്മളിവിടുത്തെ താഴ്ന്ന് നോക്കുമ്പോൾ തോന്നും എങ്ങനെ ഇത് കയറുക, എങ്ങനെ ഇറങ്ങാന്നൊക്കെ തോന്നും. പക്ഷെ എല്ലാ പ്രായക്കാരും, പ്രായമുള്ളവരും പ്രായമില്ലാത്തവരും ചെറിയവരൊക്കെ, ചെറിയ മക്കളൊക്കെ കേറിയിട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടാ. അപ്പൊ കേറുമ്പോ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും, ചെറിയൊരു കിതപ്പൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് നമുക്ക് കേറി ഇറങ്ങി വരാൻ പറ്റൂ കേട്ടാ. ഒരു മലയുടെ മുകളിലേക്ക് കയറുമ്പോഴുള്ള ഒരു വ്യൂ ആണ് കേട്ടത്. അപ്പൊ അവിടെയൊക്കെ കോടമഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ നിൽക്കുന്ന ഭാഗത്തൊന്നും അത്ര അങ്ങോട്ട് ഇല്ല കേട്ടാ. ഇവിടുന്ന് നോക്കുമ്പോ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനിയിപ്പോ മലയുടെ മുകളിലേക്കാണ് കേട്ടാ കയറി പോകുന്നത്. ഇപ്പൊ ഇതുപോലത്തെ സൗകര്യങ്ങളൊന്നും മുമ്പ് ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മളൊരു കല്ലും മുട്ടിയൊക്കെ ചേർന്ന ഒരു വഴിയിൽ കൂടെയാണ് നമ്മൾ അന്ന് കയറി പോയിരുന്നത്. ഇപ്പൊ അതേ കോൺക്രീറ്റ് ചെയ്തിട്ടൊക്കെ വഴിയൊക്കെ കറക്റ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. അപ്പൊ അന്നത്തെ സൗകര്യം ഇത്രയൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ നിന്ന് ഇപ്പൊ 2 മല കയറി ഇറങ്ങിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു തങ്ങൾപ്പാറയിലേക്ക് എത്തുന്നത്. ഇവിടുന്ന് ഇപ്പൊ തങ്ങൾപ്പാറയുടെ അടുത്തേക്ക് എത്താനായിട്ട് ഏകദേശം 1 കിലോമീറ്റർ ഒക്കെ ഉണ്ടാവും കേട്ടോ. എനിക്ക് കറക്റ്റ് അറിയില്ല, ഒരു ഏകദേശം കണക്കാണ് ഞാൻ പറഞ്ഞത്. ആളുകൾ നിൽക്കുന്നില്ല, അത് കയറി ഇറങ്ങിയിട്ട് വേണം തങ്ങൾപ്പാറയിൽ എത്താനായിട്ട്. ഞങ്ങളുടെ കൂടെ കയറുന്ന ഒരാൾ പറയുന്നുണ്ടായിരുന്നു വീട്ടില് 2-3 സ്റ്റെപ്പ് കയറുമ്പോ തന്നെ ആൾക്ക് ബുദ്ധിമുട്ടാണെന്നുള്ളത്. പക്ഷെ ഇവിടെ ഇപ്പോ ഈ തങ്ങൾപ്പാറയിൽ കയറുമ്പോ ഒരു കുഴപ്പമില്ലാതെ കയറി ഇറങ്ങി എന്നാണ് ആള് പറയുന്നത്. ഈ ഷെയ്ഖ് ഫരീദുദ്ദീൻ തങ്ങളുടെ ഒരു പോരിശ കൊണ്ടായിരിക്കണം നമ്മൾ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ കയറി ഇറങ്ങാനായിട്ട് ആളുകൾക്ക് അവിടെ സാധിക്കുന്നത്. ഇപ്പൊ ഒരു മല കയറി ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ. ഇനി അടുത്തതും കൂടി കയറി ഇറങ്ങിയിട്ട് വേണം തങ്ങൾപ്പാറയിലേക്ക് എത്താനായിട്ട്. കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വരുമ്പോ വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ കയറാനായിട്ട് കേട്ടാ. ഞങ്ങളിവിടെ മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞല്ലോ. ആ സമയത്ത് ഒരു പ്രായമുള്ള ഉമ്മയും പിന്നെ അതുപോലെ പ്രസവിച്ച ഒരു കുട്ടിനെയും കൊണ്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അവരിവിടെ മുമ്പ് നെയ്യത്താക്കിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വരാനായിട്ട്. പ്രസവിച്ചു കഴിഞ്ഞാൽ ഇവിടെ വരാനായിട്ട് നെയ്യത്താക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് അവരിവിടെ വന്നിട്ടുണ്ടായിരുന്നത്. അന്ന് അവർ അങ്ങനെ പറഞ്ഞത് കേട്ടാ. അവരവിടെ അടുത്തുള്ളവർ തന്നെ ആയിരുന്നു കേട്ടാ. അവർക്ക് ഈ തങ്ങൾപ്പാറനെ കുറിച്ചിട്ടൊക്കെ വ്യക്തമായിട്ട് അറിയായിരുന്നു. അതുകൊണ്ടാണ് അവര് ഇത്രയും ഒരു നെയ്യത്താക്കിയിട്ടൊക്കെ വന്നത്.
നമ്മളിപ്പോ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടാ, തങ്ങൾപ്പാറയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പൊ വേറെ ആളുകൾ അവിടെ സിയാറത്തിനായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടാ. അവിടെ ഖുർആനൊക്കെ ഓതുന്നുണ്ട്. തങ്ങൾപ്പാറയുടെ അടുത്ത് നിന്നുള്ള ഒരു വ്യൂ ആണ് കേട്ടത്. ഇതാണ് കേട്ട തങ്ങൾപ്പാറ. ഇത് ചെറിയൊരു കല്ലായിരുന്നു എന്നാണ് അവിടെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അവിടെ ചെരുപ്പൊക്കെ അഴിച്ചിട്ടിട്ട് വേണ്ട നമ്മൾ അങ്ങോട്ട് ഇറങ്ങാനായിട്ട്. ഞങ്ങൾ മുമ്പ് വന്നപ്പോ അതിന്റെ മുകളിലേക്ക് വീണ്ടും കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ അവിടെ ക്ലോസ് ചെയ്തിട്ടിട്ടുണ്ട്. മുമ്പ് വന്നപ്പോ അതിന്റെ മുകളിലേക്കും കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു പാറയുടെ അടിഭാഗത്ത് ഒരു ഉറവുണ്ട് കേട്ടാ. അപ്പൊ അതിൽ നിന്നുള്ള വെള്ളം നല്ല തണുത്ത വെള്ളമാണ് കേട്ടാ. നമുക്ക് വേണമെന്ന് നമുക്ക് കുടിക്കുകയും ചെയ്യാം, കാരണം നല്ല ശുദ്ധിയായിട്ടുള്ള വെള്ളമാണല്ലോ, വേണമെങ്കിൽ കുടിക്കുകയും ചെയ്യാം നമുക്ക്. പക്ഷെ ഞാൻ ആ ഭാഗത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ഞങ്ങൾ മുമ്പ് വന്നപ്പോ അത് കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിന്റെ അടിഭാഗത്താണ് ഈ ഒരു സംഭവം ഉള്ളത് കേട്ടാ. അവിടെ വരുന്നവർക്ക് കൽക്കണ്ടം മുന്തിരിയൊക്കെ ചീരനായിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ദുആയിലൊക്കെ പങ്കെടുത്തിട്ട് കുറച്ചു നേരം ഇരുന്നതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ തിരിച്ചു കയറിയത്. അപ്പോ ചരിത്രമുറങ്ങുന്ന മഹാനായ ഷേഖ് ഫരീദുദ്ദീൻ തങ്ങളുടെ പാറയിലാണ് നമ്മളിപ്പോ കയറി ഇറങ്ങിയത്. അപ്പൊ കേറുമ്പോ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. നല്ല സുഖത്തിൽ തന്നെ കയറി ഇറങ്ങാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അങ്ങനെ തങ്ങൾപ്പാറയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ അവിടുന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ആരും. ഒന്നോ രണ്ടോ പേരാണ് അവിടുന്ന് ഭക്ഷണം കഴിച്ചത്. പിന്നെ ആരും കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ എല്ലാവരും ഭക്ഷണം കഴിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇനി പോവാണ്. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ക്ഷീണിച്ച് അവശമായിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മള് ഭക്ഷണം ഒന്നും കഴിക്കാതെയാണല്ലോ അങ്ങോട്ട് കയറി ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ക്ഷീണം ഉണ്ട്, അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടാ. ഭക്ഷണം കഴിക്കാത്തതിൻ്റെതായിട്ടുള്ള ഒരു ക്ഷീണം മാത്രമേ ഉള്ളൂ. അപ്പൊ സമയം ഏകദേശം 3 മണിയായിരിക്കണം നമ്മൾ എത്തുമ്പോ. അവിടെ നല്ല തിരക്കായിരുന്നു കേട്ടാ. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വണ്ടിയും ഫുഡൊക്കെ അടങ്ങുന്ന ഒരു പാക്കേജാണ് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നതെന്ന്. അപ്പൊ ഇതും അവരുടെ വക തന്നെ ആയിരുന്നു കേട്ടോ. ഫുഡൊക്കെ അവർ തന്നെ ആയിരുന്നു. ഇപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ. ഫുഡ് കഴിച്ചിറങ്ങിയിട്ട് ഇനി പോകുന്നത് മൊട്ടക്കുന്നിലേക്കാണ് കേട്ടാ. അടുത്തത് മൊട്ടക്കുന്നിലേക്കാണ് എല്ലാവരും പോകുന്നത്. അപ്പൊ ഫുഡ് കഴിച്ചിറങ്ങിയതിന് ശേഷം അടുത്തൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ കുട്ടികളെല്ലാവരും കണ്ടപ്പോ എല്ലാവരും കൂടി അവിടെ കയറിയിട്ട് ചോക്ലേറ്റ് ഒക്കെ വേണമെന്ന് പറഞ്ഞ്. അപ്പൊ നമ്മളിവിടെ സാധാരണ വാങ്ങുന്ന ഒരു കോൽമുട്ടായിയാണ് കേട്ടോ. അതിന് അവിടെ 15 രൂപയാണ്. അതൊരു ചെറിയൊരു ഭംഗിയുള്ള ഒരു ചെപ്പിലായതുകൊണ്ട് തന്നെ 15 രൂപയാണ് അവരതിന് വാങ്ങിയത്. അങ്ങനെ എല്ലാവരും കേറിയിട്ടുണ്ട്. കേറി ഒന്നുകൂടി അടിച്ചു പൊളിച്ച് വീണ്ടും മൊട്ടക്കുന്നിലേക്കാണ് ഇനിയുള്ള യാത്ര. എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെയും നല്ല തിരക്ക് തന്നെ ആയിരുന്നു. ഇവിടെയും പാസ് എടുത്തിട്ട് വേണം കേട്ടോ നമ്മൾ ഉള്ളിൽ കയറാനായിട്ട്.
അങ്ങനെ പാസ്സൊക്കെ എടുത്തതിന് ശേഷം എല്ലാവരും ഉള്ളിൽ കയറിയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഉള്ളിൽ ഇപ്പോ മൊട്ടക്കുന്ന്, പിന്നെ ഒരു ചെറിയൊരു അഡ്വഞ്ചർ പാർക്ക് ഉണ്ട്, പിന്നെ കയാക്കിംഗ് ഉണ്ട്, ചെറിയ കുട്ടികൾക്കുള്ള ഒരു ബോട്ടിംഗ് ഉണ്ട്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇങ്ങനെ കുറെ ആളുകളുണ്ട്. പിന്നെ നമുക്ക് ആ മൊട്ടക്കുന്നിലൊക്കെ കുറെ നേരം ഇരുന്ന് വിശ്രമിക്കാം. ഇപ്പൊ നമ്മൾ പോകുന്നത് അഡ്വഞ്ചർ പാർക്കിലേക്കാണ് കേട്ടാ. ഇവിടുന്ന് കുറച്ചങ്ങോട്ട് നടന്നാല് ഈ അഡ്വഞ്ചർ പാർക്ക് ഉള്ളത്. ഇതിപ്പോ പോകുന്ന വഴിയിൽ തന്നെയാണ് കുട്ടികൾക്കുള്ള ബോട്ടിംഗ് കേട്ടാ. നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഇപ്പൊ ഇവിടെയാണ് നമ്മൾ അഡ്വഞ്ചർ പാർക്കിലാണ് ഇപ്പൊ എത്തിയിട്ടുള്ളത്. നല്ല ഭംഗി ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അതിൽ കയറിയൊന്നുമില്ല. 400 രൂപയാണ് ഒരാൾക്ക് കയറാനായിട്ട്. അത് അങ്ങോട്ട് പോക്ക് മാത്രമേ ഉള്ളൂ. തിരിച്ചു വരണമെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ചും കൂടി നടന്നു വരാനുണ്ട്. അതുകൊണ്ട് തന്നെ ആരും അങ്ങനെ കയറിയില്ല അതിലിട്ടാ. അതിലങ്ങനെ കയറി പോകുന്നവർ പലരും വീഡിയോസ് ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അവര് സ്വയം തന്നെ വീഡിയോസ് ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പൊ നല്ല ധൈര്യം ഉണ്ടാവണം കയറാനായിട്ട്. എന്ത് ഭംഗിയല്ലേ അവിടെ കാണാനായിട്ടൊക്കെ. ഞങ്ങൾ കുറച്ചു നേരമൊക്കെ അവിടെ ഇരുന്നു കേട്ടോ. അവിടെ ഇരുന്ന് റീൽസ് ഒക്കെ ഇട്ടതിന് ശേഷമാണ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നത്. കുറച്ചു നേരം അവിടെ നിന്ന് തന്നെ റീൽസ് ഒക്കെ പഠിച്ചിട്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. ഞാൻ എന്റെ ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു റീൽസിന്റെ. ഒരു 6 മണി ആയപ്പോ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. മൊട്ടക്കുന്നിൽ നിന്ന് ഇറങ്ങി ഇപ്പൊ വണ്ടിയുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ തിരിച്ചു പോകാനുള്ള ഇതിലാണ്. ഇനിയിപ്പോ ഒന്നും കാണാനില്ല. തിരിച്ചു പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് എല്ലാവരും നിൽക്കുന്നത് കേട്ടാ. എല്ലാവർക്കും നല്ല ക്ഷീണായിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും തിരിച്ച് വണ്ടിയിൽ കയറിയിട്ടുണ്ട് കേട്ടാ. ഇനി നമ്മുടെ നാട്ടിലേക്കാണ് തിരിച്ചു വരികയാണ്. ഞങ്ങൾ പോയ ദിവസങ്ങളിൽ പറയത്തക്ക ഒരു കോടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടാ. തണുപ്പുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ അമിതമായിട്ടുള്ള ഒരു തണുപ്പൊന്നും നമുക്ക് അനുഭവപ്പെട്ടിട്ടില്ല. പോകുന്ന വഴിക്ക് ഇടക്കൊന്ന് നിർത്താൻ പറഞ്ഞപ്പോ ആള് നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ നിർത്തി വീഡിയോസ് എടുത്തതാണ്. അപ്പൊ അവിടെ കുറച്ച് പേരൊക്കെ റീൽസ് എടുക്കുന്നുണ്ടായിരുന്നു. ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോകുന്നത് രാത്രി ആയിട്ടുണ്ട്. പിന്നെ പോരുന്ന വഴിക്ക് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ പല പള്ളികളിലും പെരുന്നാൾ ഉണ്ടായിരുന്നു. പള്ളി പെരുന്നാൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതിന്റെ ഒരു അലങ്കാര വർക്കുകളാണ് ഈ കാണുന്നതൊക്കെ. കണ്ടപ്പോ ഒരു ഭംഗി തോന്നി. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ എടുത്തത് കേട്ടാ. ഇത് കരിങ്കുന്നം എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ. കറക്റ്റ് പ്ലേസ് എനിക്കറിയില്ല. അവിടെ ഒരു ബോർഡ് കണ്ടപ്പോ അവിടെ കരിങ്കുന്നം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് കണ്ടപ്പോഴാണ് അറിഞ്ഞത്. അപ്പോ അവിടെയാണ് ഈ ഒരു പള്ളി പെരുന്നാൾ നടക്കുന്നത്. ഇപ്പൊ സമയം രാത്രി ഒരു 7:30 ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ലല്ലോ. അപ്പൊ ഇനി ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കയറിയ റെസ്റ്റോറന്റ് ഉണ്ടല്ലോ, അവിടെ തന്നെയാണ് നമ്മൾ കയറിയിരിക്കുന്നത്. തൊടുപുഴയില് നല്ലൊരു ഫുഡായിരുന്നു കേട്ടോ അവിടുന്ന്.
അങ്ങനെ ഇപ്പൊ എല്ലാവരും കൈയൊക്കെ വാഷ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഞങ്ങളുടെ കൂടെ വേറൊരു ടീമും കൂടി എത്തിയിട്ടുണ്ട് കേട്ടോ. അവര് വരന്തരപ്പള്ളിയിൽ നിന്ന് വന്നവരാന്നാ പറഞ്ഞത്. അവര് വാഗമൺ പോയിട്ട് തന്നെയാണ് തിരിച്ചു വരുന്നത്. അവര് ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ തന്നെ കയറിയിട്ടുള്ളത് കേട്ടോ. ഫുഡ് മന്തി ഉണ്ടായിരുന്നു, പൊറോട്ട, ചപ്പാത്തി, പിന്നെ അതുപോലെ സലാഡ്, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ദോശ ഉണ്ടായിരുന്നു. അപ്പോ എന്റെ സിസ്റ്റർ കഴിച്ചത് ദോശയാണ് കേട്ടാ. ദോശ പറഞ്ഞു, പിന്നെ ആൾക്ക് വൊമിറ്റിംഗ് ഉള്ള കാരണം അങ്ങനെ ദോശ കഴിച്ചൊന്നുമില്ല. ഞാൻ ആദ്യം ചപ്പാത്തി മതി എന്ന് പറഞ്ഞത്, പിന്നെ എല്ലാവരും മന്തി എടുക്കണ അപ്പൊ ഞാനും മന്തിയ കഴിച്ചത് കേട്ടാ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വീണ്ടും ഞങ്ങൾ ഇറങ്ങി. ഒന്നുകൂടി എനർജി ആയപ്പോ എല്ലാവരും വീണ്ടും പാട്ടും ഡാൻസൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്ത് പോയ ഒരു ട്രിപ്പ് തന്നെ ആയിരുന്നു ഈ ഒരു വാഗമൺ ട്രിപ്പ്. എല്ലാവരും രാവിലെ എവിടെ നിന്നാണോ പിക്ക് ചെയ്തത് എല്ലാവരും അവരവരുടെ സ്റ്റോപ്പിൽ തന്നെ എല്ലാവരെയും ഇറക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വിളിക്കാനൊക്കെ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഈ ഒരു വാഗമൺ ട്രിപ്പിന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പൊ പറ്റുന്നവരൊക്കെ ഫുള്ള് കാണുക. അപ്പൊ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടാ. എല്ലാവരും ഇറങ്ങിയതിനു ശേഷം ലാസ്റ്റാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. രാത്രി ഒരു 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ ഇനി നല്ലൊരു വീഡിയോ വരെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്